അപ്പൊ ഗൈസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കാലിഡോസ്കോപ്പ് ആണ്. ഇതൊരു ആക്ടിവിറ്റി ആയിരുന്നു ഫിസിക്സ്. അപ്പൊ ഇന്ന് രാത്രി ആണ് ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് കാലിഡോസ്കോപ്പ് ഉണ്ടാക്കണല്ലോ എന്ന്. അപ്പോൾ ഉണ്ടാക്കൽ പ്രോസസ്സിലോട്ട് നമുക്ക് കിടക്കാം. അപ്പൊ ഇത് മിറർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ സ്കെയിൽ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്, കാരണം മിറർ ഇവിടെ ഒന്നും കിട്ടാനില്ലായിരുന്നു, അങ്ങനത്തെ ടൈപ്പ് മിറർ. സോ ഞാൻ സ്കെയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ചെയ്യാം. ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ 3 സ്കെയിലാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തേക്കുന്നത് 30 മെഷേഴ്സിൻ്റെ ആണ്. ചെറുതോ വലുതോ? ഞാൻ വലുത് തന്നെ എടുത്തു. ഇത് നമുക്കൊരു ട്രയാങ്കിൾ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ട്രാൻസ്പാരൻറ്റ് ടേപ്പ് എന്ന് വെച്ചാൽ സെലോ ടേപ്പ് യൂസ് ചെയ്യണം. മാസ്കിംഗ് ടേപ്പ് നടക്കില്ല കേട്ടോ, നല്ലോണം ഒട്ടണം, കുറേ നേരം എടുക്കും. അപ്പൊ ഗൈസ് അങ്ങനെ ഇങ്ങനെ ആക്കി. ഇനി ഈ സ്കെയില് ഇവിടെ കൂടെ വെച്ചാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. അങ്ങനെ ഗൈസ് ഫൈനലി ഇത് അങ്ങനെ ഒട്ടിച്ച് എടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് കണ്ടില്ലേ, ഇപ്പോഴേ എനിക്ക് റിഫ്ലക്ഷൻ അറിയാം. അപ്പൊ എൻ്റെ ഉള്ളിൽ കുപ്പിച്ചില്ല് ഇടണം. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. അടുത്ത പരിപാടി ഈ സൈഡ് കവർ ചെയ്തിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കുപ്പി വളയില്ലേ, അതിങ്ങനെ പൊട്ടിച്ചിട്ടാണ്. എന്തെങ്കിലും ഷൈനി ആയിട്ടുള്ള ഐറ്റംസ് മതി, അപ്പൊ നമ്മൾ എൻ്റെ ഉള്ളിലേക്ക് ഇടാം, പിന്നെ വീണ്ടും കവർ ചെയ്യാം. അത്രയുള്ള പരിപാടി. അങ്ങനെ ഗൈസ് ഈ സൈഡ് ഞാൻ സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുപ്പിവാള എൻ്റെ ഉള്ളിലേക്ക് ഇടണം. ഓക്കെ, അപ്പൊ ഓക്കെ സെറ്റ്. ഇനി അങ്ങോട്ട് ഇടാം. അയ്യോ, ഞാനിവിടെ 2 കളേഴ്സാണ് എടുത്തേക്കണ. കൂടുതൽ കളേഴ്സ് എടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഞാനിവിടെ അധികം വള പൊട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ഗ്രീനും യെല്ലോയും ആണ്. നല്ല രസമുണ്ട് ഗൈസ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യണത് എന്തിനാണെന്നറിയോ ഗൈസ്? ഇത് മറ്റേ നമ്മുടെ ടൂൾ ഫോർ ഡിസൈനേഴ്സ് ആണ്. എന്ന് വെച്ചാൽ അവർക്ക് ഇതിലൂടെ നോക്കുമ്പോൾ കുറേ ഡിസൈൻസ്, പല ഡിസൈൻസ് കണ്ടുപിടിക്കാൻ പറ്റൂട്ടാ. നിങ്ങൾക്ക് ഇങ്ങനത്തെ അസൈൻമെന്റ്സ് കിട്ടുമ്പോൾ ചെയ്യാട്ടാ. അപ്പൊ ഗൈസ് ഈ പരിപാടി കഴിഞ്ഞു. ഇനി ഈ സൈഡും കൂടി സെലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യണം. കാണുന്നുണ്ടോ ഗൈസ്? ഇതാണ് ആക്ച്വലി നമ്മുടെ പരിപാടി കേട്ടാ. അങ്ങനെ 2 സൈഡ് സെലോ ടേപ്പ് ഒക്കെ ഒട്ടിച്ചു. അപ്പൊ എങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഇനി കുറച്ചും കൂടി പരിപാടികളുണ്ട്. ഇനി ഗൈസ് കാർഡ്ബോർഡോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യണം. കാർഡ്ബോർഡ് വെച്ചപ്പോ ഗൈസ് ഭംഗിയില്ലാണ്ടായി. അപ്പൊ ഞാൻ കളർ പേപ്പറാണ് യൂസ് ചെയ്യണത്. പിങ്ക് കളർ പേപ്പറാണ്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് ഒട്ടിക്കണം. അളവ് സെറ്റ് ആവില്ല, അപ്പൊ വേറൊരു കളർ പേപ്പറും കൂടി വെട്ടി ഒട്ടിക്കണം കേട്ടോ. അതാണ് വലുത് മേടിച്ചുള്ള പ്രശ്നം. അതാണ് കുഞ്ഞിത് മതിയായിരുന്നു. അങ്ങനെ ഗൈസ് ഞങ്ങൾ പിങ്ക് കളർ പേപ്പർ വെച്ചു. അപ്പൊ കുറച്ച് ഏരിയ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ അവിടെ ബ്ലൂ കളർ പേപ്പറാണ് വെട്ടി ഒട്ടിക്കണേ. അപ്പൊ ഡിസൈൻ പോലെ ആയിക്കോളുമല്ലോ. അങ്ങനെ ഗൈസ് പരിപാടി അങ്ങനെ സക്സസ് ആയി. നല്ല അടിപൊളിയായിട്ട് കാണാട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ല, എന്തായാലും ഞാൻ ക്യാമറയുടെ അവിടെ വെക്കാം. അങ്ങനെ നമ്മൾ അങ്ങനെ കുലുക്കുമ്പോൾ പല ഡിസൈൻസ് ആണ് കാണുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ 2 കളേഴ്സ്